ഇന്ന് കാണിക്കുന്ന ഒരു റീസ്റ്റോക്ക്ഡ് പ്രോഡക്റ്റിന്റെ അപ്ഡേഷൻ ആണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഇതിന്റെ സൈസ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നാൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ കുറച്ച് എൻക്വയറീസ് വരുന്നുണ്ട് ജോർജറ്റ് ഒന്നുകൂടെ റീസ്റ്റോക്കിംഗ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഇതുപോലെ ഷെയ്ഡഡ് ബാന്തിനി സ്റ്റൈലിംഗ് പ്രിന്റിംഗ് വരുന്നിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സെറ്റിന്റെ കളക്ഷൻസ് ആണ്. ഇതുപോലെ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, കസ്റ്റമർ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായി ഇത് എന്ത് സെറ്റ് ആണെന്നുള്ളത്. അതായത് പ്യോർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിനകത്ത് ഇതുപോലെ ബാന്തിനി സ്റ്റൈലിംഗ് പ്രിന്റിങ് ചെയ്തിട്ട് കോമ്പിനേഷൻ വരുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നല്ലൊരു റെഡിഷ് ടു ബ്ലാക്ക്, അടുത്തൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ, അടുത്ത ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് വൈൻ റെഡിഷ്, എന്താ പറയുക ഡാർക്ക് മെറൂൺ എന്ന് പറയാം, ആ ഒരു കോമ്പിനേഷൻ തന്നെ. ഞാൻ ദുപ്പട്ട കാണിക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കോമ്പിനേഷൻ മനസ്സിലാവും. അടുത്തത് വരുന്ന റെഡ്. അപ്പോൾ ഇത്രയും കളക്ഷൻസ്, ഇത്രയും കളേഴ്സ്, ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ല ബ്ലാക്ക് ടു റെഡ് ആണ് കോമ്പിനേഷൻ. റെഡ് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ്. ഇതിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ സെന്റർ പോർഷൻ ഫുൾ ഇതുപോലത്തെ ഒരു പ്രിന്റിങ് വന്നിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ ബോർഡേഴ്സ്, അതായത് ബാട്ടിക് സ്റ്റൈലിൽ വരുന്ന ബോർഡേഴ്സ് കൊടുത്തിട്ട് അതിലേക്കാണ് ഒരു ഷെയ്ഡഡ് പാറ്റേൺ ആയിട്ട് വരുന്നത്. ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ തന്നെയാട്ടോ വരുന്നത്. സോ നമുക്ക് സ്ലീവ്സിലേക്ക് പാറ്റേൺ ചെയ്തെടുക്കാം. പ്യുവർ വിസ്കോസ് ആണ് വരുന്നത്. സോ അതിനകത്ത് പ്രത്യേകം പറയാം, നമ്മൾ വാഷ് കെയർ നോക്കുക, കളർ ഗാർഡ് ഒക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മളൊന്ന് ഡ്രൈ വാഷിന് കൊടുക്കുക. പിന്നെ ഇതിന് ദുപ്പട്ട സെയിം തന്നെ ഇതുപോലെ പ്യുവർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഇതുപോലെ വരുന്ന ദുപ്പട്ട തന്നെ. ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത്, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് നമ്മൾ എത്ര കൊണ്ടുവന്നാലും വീണ്ടും റിപ്പീറ്റ് പ്രിന്റുകൾ വരുന്നൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിത് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതുപോലെ പ്യുവർ വിസ്കോസിൽ തന്നെ വരുന്ന ബോട്ടം ജസ്റ്റ് നമുക്ക് ലൂസ് പലാസോ അല്ലെങ്കിൽ പെൻസിൽ ബോട്ടം തന്നെ ലൈനിങ് ഒക്കെ കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സോ ഇത് നമ്മുടെ ടോപ്പിന്റെ അതേ സെയിം ഫാബ്രിക് തന്നെ ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ ഇതാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത്. 1890 ആണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത്. ഇനി അടുത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നല്ല ഡാർക്ക് റെഡിഷ് മെറൂൺ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. മെറൂൺ തന്നെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ട ഇതുപോലെ തന്നെ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. ഇതിന്റെ ദുപ്പട്ടയും സെറ്റ് സാരീസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്, ഇഷ്ടപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. അല്ല ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ബോട്ടം ഇതുപോലെ ഇതിങ്ങനെയാണ് ബോട്ടം വരുന്നത്. നന്നായിട്ട് നമുക്ക് ഒതുങ്ങി കിടക്കുന്നുണ്ടോ ഈ ഒരു ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള ഇതിന്റെ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകതയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നതെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ്. ഡാർക്ക് ബ്രൈറ്റ് ബ്ലൂ ടു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ വൈസ് നല്ലതാണ്. പിന്നെ ഇതുപോലെ വിസ്കസ് ആയതുകൊണ്ടായിരിക്കും ഈ ഒരു ബ്രൈറ്റർ ഷെയ്ഡ്സ്, ബ്രൈറ്റർ ചാർട്ട് വരുന്നതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഇതാണ് പ്രിന്റ് വരുന്നത്. ദുപ്പട്ട ഇതുപോലെ തന്നെ ഷെയ്ഡഡ് സ്റ്റൈലിംഗിൽ വരുന്ന ദുപ്പട്ട. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഡാർക്ക് നേവി ബ്ലൂ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ്. വൺ സൈഡിൽ ടു സൈഡിലൊക്കെ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലൊക്കെ സിമ്പിളായിട്ട് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാം കേട്ടോ. ജോർജറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സമ്മർ സ്പെഷ്യലായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫാബ്രിക്കും കൂടെ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വരുന്നത് 1890 ആണ് പ്രൈസ് വരുന്നത്. ഇനി ഫൈനലി വരുന്നത് റെഡിന്റെ തന്നെ കുറച്ചും കൂടി ഒരു ഷെയ്ഡഡ് റെഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് കാണിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് കാണിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടോപ്പ് പോർഷനിൽ കംപ്ലീറ്റ്ലി ബ്ലാക്കിലാണ് വരുന്നത്. ഇത് കുറച്ചും കൂടി ഒരു ഷെയ്ഡഡ് സ്റ്റൈലിലാണ് വരുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു പ്രിന്റാണ് ഇതിനകത്ത് വരുന്നത്. ദുപ്പട്ടയിലാണെങ്കിലും ഒരു കോമ്പിനേഷൻ ഓഫ് ഒരു ഷെയ്ഡഡ് പാറ്റേൺ വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഷെയ്ഡഡ് സ്റ്റൈലിങ്ങിലായിരിക്കും ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട. നല്ല ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, അത്യാവശ്യം നല്ല ഫ്ലോയി ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ഇതുപോലെ ബോട്ടം 1890. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. കൂടാതെ ഈ ഒരു ടൈപ്പ് ഓഫ് ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് അൺസ്റ്റിച്ച്ഡ് സെറ്റ്. സോ പറ്റുന്ന കസ്റ്റമേഴ്സ് ഒക്കെ തന്നെ ഷോപ്പ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. താങ്ക് യു.